ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. പാർലമെന്റ് ഇലക്ഷൻ പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ UDFന്റെ കേരളത്തിലെ വിജയസാധ്യതകളെ കുറിച്ച് വിശദമായി വിശകലനം ചെയ്യാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം ജില്ലാ DCC സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് PS പ്രദീപാണ്. അദ്ദേഹത്തിന് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. സാർ, നമുക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുമ്പോൾ 2019 ഒരു UDFന്റെ തരംഗം ഉണ്ടായിരുന്നു കേരളത്തിൽ. അത് ഈ 2024 വരുമ്പോൾ ആ സ്ഥിതി ആവർത്തിക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ മണ്ഡലത്തിലാണ്, എങ്ങനെയാണത് പ്രതിഫലിക്കാൻ പോകുന്നത്? 2019 നിന്നും സ്ഥിതി കുറച്ചുകൂടി UDF അനുകൂലമായിരിക്കും. 2019 കേരളത്തിൽ 19 സീറ്റാണ് കിട്ടിയത്. ഈ 2020 20 ഔട്ട് ഓഫ് 20 എന്നുള്ള നിലയിൽ എത്തിച്ചേരും എന്നാണ് UDFന്റെ വിലയിരുത്തൽ. അതായത് 20 സീറ്റിലും വിജയം ഉറപ്പായിരിക്കും. പക്ഷേ അഭിപ്രായ സർവേകളൊക്കെ നോക്കുന്ന സമയത്ത് ചില മണ്ഡലങ്ങളിൽ BJPക്ക് സ്വാധീനം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്, ചില മണ്ഡലങ്ങളിൽ LDFന് പോകുന്ന അഭിപ്രായ സർവേകളിൽ പറയുന്നുണ്ട്. സാറ് പറയുന്നുണ്ട് 20 മണ്ഡലത്തിലും UDF തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ മണ്ഡലത്തിലാണ്, എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം വരുന്നത്? മണ്ഡലം പ്രത്യേകിച്ച് വേർതിരിച്ച് പറയേണ്ട കാര്യമില്ല. 20 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടും. അഭിപ്രായ സർവേകളൊക്കെ തെരഞ്ഞെടുപ്പിന് ചില ഘട്ടങ്ങളിൽ ചില ഒരു വിഭാഗം ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും സ്പർശിക്കാതെ വരുന്ന സർവേ റിപ്പോർട്ടുകൾ, ആ സർവേ റിപ്പോർട്ട് കഴിഞ്ഞ 2019 ഉണ്ടായിരുന്നു. ആ 19 ആ സർവേ ഫലത്തിനെ അതിജീവിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി കേരളത്തിൽ 19 സീറ്റിൽ ഒരു സീറ്റിൽ 10,000-ന് താഴെ വോട്ടിനാണ് ഒരു സീറ്റ് UDFന് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ UDF കുറെ കൂടി ജാഗ്രതയോടുകൂടി വളരെ കൃത്യമായ തെരഞ്ഞെടുപ്പ് ആ റിസൾട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ എത്രത്തോളം വിജയം നേടിയെടുക്കാൻ, അതിന് ഫലപ്രദമായ സ്ഥാനാർത്ഥികളെ വിന്യസിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ UDFന്റെ നേട്ടം. LDFനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി ഒരു നല്ല സ്ഥാനാർത്ഥികളെ പോലും പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ നമുക്ക് പരിശോധിക്കാം. കൊല്ലത്ത് ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ശ്രീ മുകേഷാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും LDFന് വളരെ മുൻതൂക്കമുണ്ടായപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞ ഒരു മണ്ഡലത്തിൽ ഒന്നാണ് കൊല്ലം അസംബ്ലി മണ്ഡലം. 2000-ൽ ഒരു സംതിങ് വോട്ടിൻ്റെ വ്യത്യാസമാണ് അവിടെ ഉണ്ടായിരുന്നത്. കേരളത്തിൽ തൊട്ട് ചടയം കൊടുത്ത് ഒരു 10-15,000-ൽ താഴെയാണ് ഭൂരിപക്ഷം. അപ്പോൾ ആ നിലയിൽ കൊല്ലത്ത് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ വിലയിരുത്തലിൽ ഏറ്റവും മോശപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വിലയിരുത്തിയ ഒരാളിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ പറയുന്നത് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളിനെ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെയും ആ മുന്നണിയെ സംബന്ധിച്ച് ഒരു വലിയ പരാജയമാണ്. ഈ കൊല്ലം മണ്ഡലത്തെ കുറിച്ച് പറയുന്ന സമയത്ത് NK പ്രേമജിത്തിന്റെ വിജയസാധ്യതയുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പറയുന്ന സമയത്തും അദ്ദേഹം പ്രധാനമന്ത്രി മോദിയുമായിട്ട് ചായ കുടിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ പോസിറ്റീവായി പറയുന്ന തരത്തിലുള്ള പ്രചരണമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞിട്ട് നേരെ BJPയിലേക്ക് പോകും. അത്തരത്തിലൊരു ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കുറയാൻ സാധ്യതയുണ്ടോ? ഇത് തന്നെ ബാലിശമായ ഒരു പ്രചരണമാണ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ എത്രയോ തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോഹനുമായിട്ട് ഇരുന്ന് ചായ കുടിച്ചിട്ടുണ്ട്, ഒരുമിച്ച് പോയി ആഹാരം കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ഒരേ വാഹനത്തിൽ ഞങ്ങൾ സഞ്ചരിച്ചു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ രാഷ്ട്രീയ നിലപാട് അറിയുന്നല്ല. NK പ്രേമചന്ദ്രൻ ഒരു ചായ കുടിച്ചു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം ഉണ്ടാകില്ല. അതിശക്തമായി പാർലമെന്റിനകത്തും പുറത്തും BJP ശക്തമായി എതിർക്കുന്ന നിലപാടായിരുന്നു പ്രേമേന്ദ്രൻ്റെത്. ആ പ്രേമേന്ദ്രന്റെ നിലപാടിന്റെ സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി വ്യക്തമാകും. ഇപ്പൊ BJPയുടെ കാര്യം എടുത്താൽ ആദ്യഘട്ടത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി മത്സര രംഗത്തേക്ക് ഇല്ലായിരുന്നു. രണ്ടാം ഘട്ടം വരുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് അവർക്ക് ശക്തനായ ജനകീയനായ ഒരു ആളാണ് കൃഷ്ണകുമാർ. ഇപ്പൊ സിനിമ സീരിയൽ താരമായതുകൊണ്ട് തന്നെ സ്ത്രീകളുടെക്ക് ധാരാളം സ്വാധീനം ഉണ്ടാക്കാൻ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ പ്രേമചന്ദ്രന്റെ വോട്ടിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനോ മറ്റോ സാധ്യതയുണ്ടോ? ഒരു സിനിമാ നടൻ സ്ത്രീകളുടെ ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കൂ എന്ന ഒരു ചിന്താഗതി തന്നെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ വില കുറച്ച് കാണുന്നതിന് തുല്യമാണ്. ഒരുപക്ഷെ പുരുഷന്മാരെക്കാളും തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി വിലയിരുത്തൽ നടത്തി ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുരുഷന്മാർ ഇടപെടുന്നതിനേക്കാളും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ കാണുകയും, എൻ്റെ വീട്ടിലുൾപ്പെടെ കാണുകയും അതിനെ സംബന്ധിച്ച് കൃത്യമായി വിശകലനം നടത്തി ചർച്ചകൾ പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സ്ത്രീ സമൂഹം ഒരു സിനിമാറിന്റെ ഗ്ലാമർ കണ്ട് പോയ ചരിത്രം കേരളത്തിലില്ല, അതുണ്ടാവത്തുമില്ല. നമ്മളിപ്പോൾ മുഴുവൻ കേരളത്തിലെ ഒരു സ്ഥിതി വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ
ഒരു മണ്ഡലം അല്ലാതെ ചില മണ്ഡലങ്ങൾ നമ്മൾ പരാമർശിച്ചു പോകേണ്ടതുണ്ട്. ഇപ്പൊ താരപോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ശശി തരൂർ 2 വർഷവും ജയിച്ചത് 1 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഇപ്രാവശ്യം 2 തവണയും BJP 2ാം സ്ഥാനത്ത് വന്നപ്പോൾ അവർ ഇപ്രാവശ്യം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് BJPക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ നിർത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് വളരെ ജനകീയനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് പന്ന്യൻ രവീന്ദ്രൻ. അതുകൊണ്ട് തന്നെ താര പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇത് ഒരു വിജയസാധ്യത കറക്റ്റായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഈ ശശി തരൂർ, അതോ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതയുണ്ടോ? ശശി തരൂരിന്റെ ഭൂരിപക്ഷം കൂടും. ശശി തരൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ല. ഇന്ത്യയിൽ തന്നെ ഒരു ജനാധിപത്യപരമായ കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ വളരെയധികം ഒരുപക്ഷെ കേരളത്തിലെ ആളുകൾ വരും കാലത്ത് ആളുകളുടെ അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, ആളുകളുടെ അഭിപ്രായം എന്നുള്ളിൽ വരും കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതിനെ പോലും അവതരിപ്പിക്കാനുള്ള സ്വീകാര്യത ഉണ്ട് എന്ന് പറയുന്ന ഒരു ആളിനെ കുറിച്ചാണ് ഈ ചർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് ശശി തരൂരിന്റെ ഭൂരിപക്ഷം കൂടും. അത് വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, അവിടുത്തെ പൊതുവായ ജനകീയ വിഷയങ്ങളിൽ ശശി തരൂരിന്റെ ഇടപെടലിൽ അത്രയും ശക്തമായിരുന്നു. അദ്ദേഹത്തിന് വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. പാർട്ടിയിലായാലും പുറത്തായാലും കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന് സ്വീകാര്യത ഉണ്ടാകും. ഈ തിരുവനന്തപുരത്ത് 2 ശക്തരായ സ്ഥാനാർത്ഥികൾ വന്നുവെങ്കിലും ശശി തരൂരിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് തന്നെയാണ് UDFന്റെ ഒരു ആത്മവിശ്വാസം. അത്തരത്തിലൊരു അടുത്ത താരപോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ. അവിടെ UDFന്റെ തരംഗം 2019 ഉണ്ടായിരുന്നപ്പോഴും കനലൊരു തരി എന്നുള്ള രീതിയിൽ ആരിഫിന് അവിടെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഈ സമയത്ത് KC എന്നൊരു പേര് മാത്രം മതിയാകുമോ ആലപ്പുഴയിൽ ഈ ആരിഫിനെ അല്ലെങ്കിൽ BJPയുടെ ശക്തിയായ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായിട്ട്? KC വേണുഗോപാൽ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ നിർണായകമായ റോൾ വഹിക്കുന്ന ഒരാളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് വിജയം, തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് വിജയം ഉൾപ്പെടെയുള്ള BJPക്കെതിരെയുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുള്ള പോരാട്ടത്തിന് രാഹുൽ ഗാന്ധിയോടൊപ്പം കേരളത്തിൽ യോടയാത്ര ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ നിർണായകമാണ്. കേരളത്തിലെ ജനാധിപത്യ മതേതരവാദികൾ ആ നിലപാടിന് കൂടി സ്വീകാര്യത അനുസരിച്ച് KC വേണുഗോപാലിന് അനുകൂലമായി തന്നെ ചിന്തിക്കും. അതിൻ്റെ സാധ്യത KC വേണുഗോപാൽ ജയിക്കുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിന് മുകളിലായിരിക്കും. അടുത്ത മണ്ഡലം നമ്മൾ നോക്കുന്നത് ഈ തൃശ്ശൂരാണ്. തൃശ്ശൂർ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സമഭുജ ത്രികോണ മത്സരമാണ് തൃശ്ശൂർ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ സമയത്ത് മുരളീധരന് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ അവിടെ സാധിക്കും? കാരണം അദ്ദേഹം നേരത്തെ കണ്ണൂരിന്റെ വടകരയുടെ MP ആയിരുന്നു. നേരത്തെ അദ്ദേഹം അവിടെ മത്സരത്തിന് പോസ്റ്ററിൽ അടിച്ചിരുന്നു വടകരയിൽ. പിന്നീടാണ് നേരെ തൃശ്ശൂരിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് വിജയസാധ്യത പൂർണ്ണമായിട്ടോടുണ്ടോ? ഈ ഒരു സമഭുജ ത്രികോണ മത്സരത്തിൽ വിജയിച്ചു വരാൻ സാധ്യമാകുമോ അദ്ദേഹം? മുരളീധരനെ ഷാഫി പറമ്പലിനെയും ഒരേ സമയത്ത് പാർട്ടി തീരുമാനിക്കുന്ന 2 വളരെ കൃത്യമായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വളരെ ജാഗ്രതയോടും ഗൗരവത്തോടു കൂടി എടുത്ത ഒരു തീരുമാനം, ഒരു ബുദ്ധിപരമായ നിലപാടെന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ അടിച്ച സ്ഥാനാർത്ഥികൾ മാറിയ ചരിത്രം കേരളത്തിലുണ്ട്. കരുണാകരൻ പണ്ട് മാലയത്ത് സരളാദേവി ഉൾപ്പെടെ ഉള്ള ധനപാലൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ വരുന്ന സമയത്ത് 3 സീറ്റുകളിലാണ് ലീഡർ ഇരിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ മാറ്റി. ആ 3 സ്ഥാനാർത്ഥികൾ വിജയിച്ച ചരിത്രമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെതുള്ളത്. ഇപ്പോ ഷാഫി പറമ്പലിന്റെ വടകര യുവത്വത്തിന്റെ മുഖം എന്നുള്ളതിൽ വടകരയിൽ കൊണ്ടുവരികയും മറിച്ച് തൃശ്ശൂരിൽ BJP എതിർക്കാൻ BJPക്കെതിരെ അതിശക്തമായ നിലപാട്, എപ്പോഴും BJPക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് മുരളീധരന്റെ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിനുള്ള അംഗീകാരം. ആ അംഗീകാരം എന്നുള്ള നിലയിൽ BJPയെ ചെറുക്കാനാണ് മുരളീധരനെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അതോടൊപ്പം തന്നെ കരുണാകരന്റെ മകൻ എന്നുള്ള നിലയിലുള്ള പരിഗണനയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്ക, അവിടെയൊക്കെ മുരളീധരൻ സ്വീകരിച്ച നിലപാടുകൾ അതൊക്കെ പരിശോധിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല തൃശ്ശൂരിൽ മുരളീധരൻ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ. ഇപ്പം നമ്മൾ പറഞ്ഞു കരുണാകരന്റെ മകൻ എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഒരു സ്വാധീനം അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ മകള് ഇലക്ഷൻ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷമാണ് BJPയിലേക്ക് പോകുന്നത്. അത് ഒരു തരത്തിലുമുള്ള ഒരു വെല്ലുവിളി ആകില്ല എന്നാണ് ഒരു വിശ്വാസം തൃശ്ശൂരിനെ സംബന്ധിച്ച്. പത്മജ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി BJPയിലേക്ക് പോയി എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു കേരളത്തിലെ കോൺഗ്രസ് വളരെ ഗൗരവമായിട്ട് എടുത്തൊരു വിഷയമല്ല. ഏതോ ഒരു സാഹചര്യത്തിൽ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അവരവിടെ പോയി എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം കോൺഗ്രസിന്റെ ഒരു അനുഭാവിയോ അനുയായിയോ കോൺഗ്രസിന്റെ ഒരു വിശ്വാസിയോ അവരെ നിലപാടിനെ അംഗീകരിക്കില്ല. പത്മജ കരുണാകരന്റെ മകളെ നല്ല നിലയിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കരുണാകരന്റെ മകൾ എന്നുള്ള നിലയിൽ പത്മജ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ പത്മജ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പുറകെ പോകുന്ന ഒരു രാഷ്ട്രീയ മൗഢ്യം കേരളത്തിലെയും പ്രത്യേകിച്ച് തൃശ്ശൂരിലെയും ആളുകൾക്കില്ല. നമ്മൾ ഈ തൃശ്ശൂരിൽ നിന്ന് നേരെ വടകരയിലേക്ക് പോയാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു മത്സരം LDFും UDFും തമ്മിൽ, അതായത്
നിലവിലെ 2 MLA-മാർ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൊണ്ട് വടകരയ്ക്ക് ശൈലജ ടീച്ചർ മത്സരിക്കുന്നു, അതിനോടൊപ്പം തന്നെ ഷാഫിയും മത്സരിക്കുന്നു. അവിടെ ഒരു വളരെയധികം ആവേശപൂർവ്വമായിട്ടുള്ള മത്സരമാണ് ഉള്ളത്. അവിടെ ഷാഫി പറമ്പലിനൊപ്പം തന്നെ ആയിരിക്കുമോ വിജയം? ഷാഫി പറമ്പലിന്റെ വിജയം നേരത്തെ തന്നെ LDF ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ ഒരു അനുരണനങ്ങൾ എന്നുള്ള നിലയിലാണ് ഈ ശൈലജ ടീച്ചർ ഒരു വിവാദം ഉണ്ടാക്കി. ആ വിവാദം ശരിയായിരുന്നില്ല എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഈ മാറ്റിപ്പറച്ചിലുകൾ കൊണ്ട് തന്നെ ബോധ്യമായി. ഷാഫി പറമ്പിൽ അതിനെതിരെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഷാഫി പറമ്പിൽ കേരളത്തിലെ യുവജനങ്ങളുടെ ഹരമാണ്. പാലക്കാട് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. അവിടെ BJP ആണ് പരാജയപ്പെടുത്തിയത്. അതേ BJPക്കെതിരെയുള്ള ശക്തമായ നിലപാട് ഷാഫി പറമ്പിലിനുണ്ട്. ആ ഷാഫി പറമ്പിലിന്റെ വിജയത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചുള്ള മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാനുള്ളത്. നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അവിടെ ഒരു വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു മുന്നണി, ഇന്ത്യ എന്നൊരു മുന്നണി, ആ മുന്നണിയിലെ 2 നേതാക്കന്മാർ പരസ്പരം മത്സരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ കൊടുക്കുന്ന ഒരു സന്ദേശം എങ്ങനെയാണ്? 2 മുന്നണിയിലെ നേതാക്കന്മാർ തമ്മിലാണ് ഒരു മത്സരം നടക്കുന്നത്. അതെങ്ങനെയാണ് അപ്പോൾ ഒരു മുന്നണി സാധ്യമാകുന്നത്? ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരു തിരുത്തു പറഞ്ഞോട്ടെ. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മത്സരം എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഇല്ല. രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു മത്സരമൊന്നുമില്ല. ആനി രാജയെ ഒരു ആളായിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. കേരളത്തിലെ നേതാക്കാരും മത്സരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ ഒരുപക്ഷെ ആനി രാജയെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചത്. ആ തെരഞ്ഞെടുപ്പിനെ രാഹുൽ ഗാന്ധി ഒരു 1-2 തവണ അവിടെ വന്നു പോകുമ്പോൾ തന്നെ അവിടെ ജനങ്ങളുടെ ഒരു സ്വീകാര്യത മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാരത് ജോഡോ യാത്ര ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഭാരത് ജോഡോ യാത്ര നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെ ഒരു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയ വിഷയങ്ങൾ പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ള എല്ലാവിധ വിഷയങ്ങളും BJPയുടെ ജനവിരുദ്ധ നയങ്ങൾ, ജനാധിപത്യ വിരുദ്ധ നയങ്ങൾ, മതേതര വിരുദ്ധ നിലപാടുകൾ, ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ വലിയ ഒരു പ്രയാണത്തിന്റെ അതിന്റെ ഫലം കൂടി ആയിരിക്കും, റിസൾട്ട് കൂടി ആയിരിക്കും വയനാട്ടിലുണ്ടാകുന്നത്. അവിടെ ആനി രാജയുടെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ചർച്ച ചെയ്താൽ BJPയുടെ സുരേന്ദ്രനോട് മത്സരിക്കുന്നുണ്ട്. അതെ അതെ. അല്ല, BJP സംബന്ധിച്ച് ഒരു മുന്നണിയിലെ ആൾക്കാരല്ല. ഈ മറ്റുള്ള 2 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരേ മുന്നണിയിലുള്ള ആൾക്കാർ നേതാക്കന്മാർ തന്നെയാണല്ലോ. അവർ തമ്മിലുള്ള ഒരു പോരാട്ടമാണല്ലോ അവിടെ നടക്കുന്നത്. അതിന്റെ കാരണം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാണ്. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ അവിടെ ആളുകൾ സംശയിക്കുന്നത് പോലെ ഒരു അന്തർധാര കേരളത്തിൽ സജീവമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി എതിർക്കാൻ ഒരാളിനെ കൊണ്ടു നിർത്തി, അഖിലേന്ത്യാ തലത്തിലുള്ള ഒരാളിനെ കൊണ്ടു നിർത്തി ഇന്ത്യ മുന്നണിയെ ഉള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിനെ അല്പം വില കുറച്ച് കാണിക്കാൻ പരിശ്രമിക്കുന്നു മാത്രമേ. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ പ്രാവശ്യം 4 ലക്ഷത്തിലധികമായിരുന്നു ഭൂരിപക്ഷം എന്ന് തോന്നുന്നു. അത് കൂടുതലായിട്ട് വർദ്ധിക്കുമെന്ന് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കും. ഭൂരിപക്ഷ വർധനവിൽ മാത്രമാണ് ചിന്ത. വിജയത്തെക്കുറിച്ച് ഒരു ആശങ്കയില്ല. വിജയത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വയനാട് വിജയത്തെ സംബന്ധിച്ച് യാതൊരു ആശങ്കയില്ല. നമ്മളിൽ പോകുന്നതെന്ന് വെച്ചാൽ കണ്ണൂർ മത്സരിക്കുന്നത് നിലവിലെ സിറ്റിംഗ് MP ആണ്. അതുപോലെ തന്നെ അദ്ദേഹം KPCC പ്രസിഡന്റാണ്, കെ സുധാകരൻ. അവിടെ മത്സരിക്കുന്നതാവട്ടെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ്, അവരുടെ സംസ്ഥാന സമിതി അംഗമാണ് CPM-ന്റെ ഇദ്ദേഹം ജയരാജൻ. ഈ ഒരു മത്സരത്തെ 2 വലിയ നേതാക്കന്മാർ തമ്മിലുള്ള മത്സരത്തെ അത് എങ്ങനെയാണ് കാണുന്നത്? അതും കണ്ണൂരിലെ തന്നെ 2 നേതാക്കന്മാർ, ഈ കെ സുധാകരനും MV ജയരാജനും തമ്മിലുള്ള മത്സരം 2 വലിയ നേതാക്കന്മാർ തമ്മിലുള്ള മത്സരമല്ല. അവിടെ ഈ ആനയും ആടും തമ്മിലുള്ള, ഞാൻ മുയലെന്ന് പറയുന്നില്ല, ആടും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ട്. ഈ MV ജയരാജന്റെ പഴയ ചരിത്രം അറിയാം. കോടതികളെ പോലും ബഹുമാനിക്കാത്ത ആളാണ്. ചുംബന്മാരിരിക്കുന്നു എന്ന് പറഞ്ഞ കോടതിയെ പോലും ചുംബൻ എന്ന് വിളിച്ച അതിന് പിന്നെ പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തിയ നേതാവാണ് MV ജയരാജൻ. അവിടെ തെരഞ്ഞെടുപ്പിൽ വലിയ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടെ ചരിത്ര വിജയം കെ സുധാകരനുണ്ടാകും. അതിനകത്ത് കേരളത്തിലെ UDF ചരിത്ര വിജയം ആവർത്തിക്കും. അല്ലെങ്കിൽ LDF-ന്റെ ഇത് തിരിച്ചു പിടിച്ച ആളാണ്. കണ്ണൂരിനെ സംബന്ധിച്ച് കെ സുധാകരന്റെ രാഷ്ട്രീയ വിജയം, തെരഞ്ഞെടുപ്പ് വിജയം വളരെ അസന്നിഗ്ധമായി നമുക്ക് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നു നമ്മൾ മെയിനായിട്ടുള്ള മുഴുവൻ മണ്ഡലങ്ങളും പരാമർശിച്ചു എന്ന് തോന്നുന്നു. അപ്പൊ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മിക്ക അതായത് 20 മണ്ഡലങ്ങളിലും വിജയം UDF-നൊപ്പം തന്നെയായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് 20 out of 20 ആണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDF യഥാർത്ഥത്തിൽ മത്സരരംഗത്ത് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ മത്സരരംഗത്തോട്ട് വരാതിരിക്കുന്നതായിരുന്നു. അവർക്ക് കുറെ കൂടി പൊതു സ്വീകാര്യത ഉണ്ടാവുന്നത്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന ഭാഷ, പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ഭാഷ തന്നെയാണ് മോദി ഉപയോഗിക്കുന്നത്. മോദി ഉപയോഗിക്കുന്ന ഭാഷ തന്നെയാണ്
പിണറായി വിജയിക്കും. രണ്ടുപേരും എതിർക്കുന്നതും ഏറ്റവും കൂടുതൽ ആക്ഷേപം പറയും രാഹുൽ ഗാന്ധിയെ. അതുകൊണ്ടാണ് കേരളത്തിൽ ED പിണറായി വിജയൻ ഭയക്കുന്നു. മറ്റു പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർക്ക് ഉണ്ടായ അനുഭവം തനിക്ക് ഉണ്ടാകരുത് എന്നുള്ള ചിന്തയിൽ കേരളത്തിൽ ഒരുപക്ഷെ BJPക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിക്കൊടുക്കാൻ കഴിയുന്ന പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ് അവർ പരിശ്രമിക്കുന്നത്. അപ്പൊ UDFന്റെ 20 MP ജയിച്ച് പാർലമെന്റിലേക്ക് പോകട്ടെ, കേരളത്തിന് വേണ്ടിയിട്ട് അവരുടെ ശബ്ദം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് കലാശക്കൊട്ടാണ്, വളരെ തിരക്കാണെന്നറിയാം. അതിനിടയിൽ നമുക്ക് ഇത്ര അല്പസമയം അനുഭവിച്ചത് വളരെയധികം